140 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യ ഒരു വളർന്നു വരുന്ന ഒരു എക്കോണമിയാണ്. ഇന്ത്യക്ക് അതിന്റെ ആ എക്കോണമിയെ സെക്യൂർ ആക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യ സർക്കാർ അതിനെ പ്രതിജ്ഞാബദ്ധമാണ്. ഇക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള തുടങ്ങിയ കരാർ ഈ പറഞ്ഞതുപോലെ 2007 ആരംഭിച്ച് അത് നിരവധി തവണ നിൽക്കുകയും പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് എന്തായാലും ട്രംപിന്റെ അനുഗ്രഹം കൊണ്ട് അവസാനം പൂർത്തീകരിച്ച ഒരു കരാറാണ്. കാരണം ട്രംപ് ഇത്തരത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കരാറ് ഇപ്പോഴും പൂർത്തീകരിക്കാതെ കിടക്കുമായിരുന്നു. കാരണം ട്രംപിന്റെ ഇന്റർവെൻഷൻ, ഈ താരിഫ് ഇന്റർവെൻഷൻ, വൻതോതിലുള്ള ഈ ഹൈ ഹാൻഡ്നെസ് ഈ യൂറോപ്യൻ യൂണിയനെയും ഇന്ത്യയെയും ഒരുപോലെ ആ കരാറിലേക്ക് എത്താനും എന്തൊക്കെ ഡിഫറൻസുകളുണ്ടോ അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനും പ്രേരിപ്പിച്ചു എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ്. അതുപോലെ നിരവധി സ്ഥലങ്ങളിലേക്ക് നിരവധി രാജ്യങ്ങളുമായിട്ട് നിരവധി യൂണിയനുകളുമായിട്ടൊക്കെ ഇന്ത്യ കരാറിൽ ഏർപ്പെടുന്നുണ്ട്. നിരവധി പ്രവിശ്യകളുമായിട്ട് ഏർപ്പെടുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം കരാറുകൾ അത്യന്താപേക്ഷിതമാണ്. കാരണം ഗ്ലോബലൈസേഷന്റെ കാലത്ത് ഇമ്പോർട്ടും എക്സ്പോർട്ടും വളരെ ഏറ്റവും വലിയ ടൂൾസ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഗ്രോത്ത് ഓഫ് അവർ എക്കോണമിയിൽ. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ ഒരു ഒറ്റ കാര്യം ആലോചിച്ചു, 20 ലക്ഷം ബാരൽ എണ്ണ ഒരു ദിവസം വാങ്ങുകയാണ്. അന്ന് ബ്രെൻഡിന്റെ വില അതിനകത്ത് ഏതാണ്ട് 45% ഡിസ്കൗണ്ടിലാണ് റഷ്യ ഇന്ത്യക്ക് വിൽക്കുന്നത്. 45% ഡിസ്കൗണ്ടിൽ. ഈ ഡിസ്കൗണ്ടിൽ വിൽക്കുന്നിടത്തുനിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ നേരെ ഇപ്പൊ 40% റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്ന, ഞാൻ ഈ പറയുന്നത് റോയിട്ടേഴ്സിന്റെ ഡാറ്റയാണ് കേട്ടോ, അല്ലാതെ ഉണ്ടാക്കി പറയുന്നതല്ല. അപ്പൊ റോയിട്ടേഴ്സിന്റെ ഡാറ്റ അനുസരിച്ച് 20 ലക്ഷത്തിൽ പരം ബാരൽ ഡെയിലി വാങ്ങിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ജനുവരിയിൽ അത് 11 ലക്ഷമായിട്ട് കുറയുകയും ഫെബ്രുവരിയിൽ അത് 8 ലക്ഷമായിട്ട് കുറയുകയും ചെയ്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് $62 നിന്ന് $35 കുറയ്ക്കുകയാണ്.